ഹലോ, ഞങ്ങളുടെ ഇന്ന് സ്പെഷ്യൽ ഐറ്റം നെല്ലിക്ക മേടിച്ച് കുറച്ച് വഴി കണ്ടപ്പോൾ. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഒരു മോഹം തേൻ നെല്ലിക്ക ഉണ്ടാക്കാന്ന്. എന്ന് വെച്ചാൽ വഴിയിലൊക്കെ കാണുമ്പോൾ തേൻ നെല്ലിക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എങ്ങനെ തേൻ നെല്ലിക്ക ഉണ്ടാക്കാൻ പോകണം. കുറച്ച് നെല്ലിക്ക മേടിച്ച് തേൻ മേടിച്ചിട്ടുണ്ട് കുറച്ച്. പിന്നെ പനം കൽക്കണ്ട എനിക്ക് പനം ബ്രൗൺ കൽക്കണ്ടം. അത് അടിപൊളി പനം കൽക്കണ്ടം. അപ്പൊ അത് ഉണ്ടാക്കാൻ പോണ നമുക്ക് നോക്കാം. അത് ഞങ്ങള് ആവി കയറ്റണാണ്. 10 മിനിറ്റ് ആവി കയറ്റണം. കുക്കർ മറ്റേ ഇടിയപ്പ ചെമ്പില് ആവി കയറ്റണം 10 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഒരാള് തമിഴ്നാട്ടിലുള്ള ആളാണ്. അപ്പൊ ശക്തി എന്നാണ് പുള്ളിക്കാത്തിയുടെ പേര്. എവിടെ കാണുന്നുണ്ടോ? കാണുന്നില്ല ചേച്ചിക്കാം. ഇതെന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു എന്തെന്നാണ് കൊൽക്കട്ട. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ കൊഴുക്കട്ട ഇങ്ങനത്തെ അല്ലല്ലോ, കൊഴുക്കട്ട. ഇയാൾ എന്നെ തെറ്റിക്കും. കൊഴുക്കട്ട. അപ്പൊ എന്നെ പാൽ കൊഴുക്കട്ട എന്ന് പറഞ്ഞു. പാൽ കൊഴുക്കട്ട എന്ന് സൊല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇവിടുത്തെ കൊഴുക്കട്ട. അപ്പം അത് വേറെ കൊഴുക്കട്ട എന്ന് തന്നെ പറയും, പക്ഷെ അതിന് മുമ്പ് വേറെ ഒന്നും കൂടി ചേർക്കും. അപ്പം എനിക്ക് തോന്നുന്നു കൊഴുക്കട്ടയുടെ ഷേപ്പിലൊരു സാധനം ഇതിലുണ്ട്, പക്ഷെ ഇത് പാൽ കൊഴുക്കട്ട എന്ന് പറഞ്ഞ്. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് കുറച്ച് ഒന്നാം തരം ടെസ്റ്റർ അല്ലേ, അണ്ണാക്ക് പൊള്ളരുത്. ടേസ്റ്റ് ഉണ്ട്. മധുരം കൂടുതൽ. മധുരം പിന്നെ ഒന്നുമില്ല, ഒന്നും പറയാനില്ല. ഇതും കൂടി കയറ്റിക്കോ. മെഷീനോ മാവിന് കുറച്ച് കട്ടുണ്ട്. കുഴപ്പമില്ല. മധുരം ആദ്യം നമ്മ ഉണ്ടാക്കുന്ന അത്ര പോരാ. അതിനെന്താണ് കേട്ടാണ്ടായിരുന്നു അല്ലേ, ഉള്ളത് പറയണമല്ല. പശു അതിന്റെ പല്ലും കൂടി ഒഴിഞ്ഞ ആയാ ആവിയായിട്ടുണ്ട്. കുറച്ചു നേരം വന്ന് തുടച്ചിട്ട്. ഓ അടിപൊളിയായിട്ട്. അതേണ്ട. ഏയ് നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ. ഇപ്പൊ തിന്നണ്ടേ. തുടച്ച് വെള്ളം പാടില്ല അല്ലേ, തരി വെള്ളം പാടില്ല. തുടച്ച് ഡ്രൈ ആക്കിയിട്ട് വെക്കണല്ലേ. ഓക്കെ. ചൂടാറക്കാൻ കുറച്ച് ഹോൾ ഇട്ട് വെക്കാൻ. എന്തിനാ ഹോൾ ഇട്ട് വെക്കണ? തേൻ കയറാനാ? ഹോൾ ഇട്ട് വെക്കുന്നുണ്ട്. തേൻ കയറാനാന്നാ പറയണ കേട്ടാ. ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അത് മതി. ഓ ടൂത്ത് പിക്ക് വേണ്ട. അത് നല്ല കത്തിര മോനെ നല്ലത്. അതാകുമ്പോൾ നല്ലോണം കയറി നല്ല ടേസ്റ്റ് കിട്ടും. ഒരു പാനിലേക്ക് എത്ര 1/4 കിലോ അല്ലേ? ഇത് 1/4 കിലോ മേടിച്ചത്. 1/4 കിലോ പനം കൽക്കണ്ട ഇടാം. എങ്കിൽ മെൽറ്റ് ആവാനായിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം. 1/4 ഗ്ലാസ് വെള്ളമാണോ? ഇത് ശരിക്കും മെൽറ്റായിട്ട് അതിലേക്ക് നമ്മുടെ നെല്ലിക്കയും കൂടി ഇട്ടിട്ട് ആംല. എത്ര മിനിറ്റ് കുടിക്കണം ഇതാകണമെങ്കിൽ? ഇതൊരു ഇപ്പം ആയിക്കോളും. ഒരു 5 മിനിറ്റ്. 5-10 മിനിറ്റ് എടുക്കും. മെൽറ്റാവണ്ടേ? അപ്പോൾ ഒരു 5-10 മിനിറ്റ് കുടിക്കുമെന്ന് പറഞ്ഞാൽ ശരിക്കുള്ള സമയം അറിയില്ല. എന്തായാലും ഒരു 10 മിനിറ്റ് കേട്ടോ. 10 മിനിറ്റ് അത്രയും വേണ്ടി വരില്ല. മറ്റേ മറ്റേ കല്ലുണ്ടല്ലോ, മെറ്റീരിയൽ അതിട്ടുള്ള ഇട്ട് ഇളക്കണ പോലെ ഉണ്ട്. നെല്ലിക്ക ഇടാൻ പോണ്. 1/2 കിലോ നെല്ലിക്കയാണ് നമ്മൾ മേടിച്ചത്. പക്ഷെ 2-3 തിന്നു. അപ്പോൾ അതുകൊണ്ട് 1/4 കിലോ കൽക്കണ്ടാണ് മേടിച്ചേക്കണേ. അതനുസരിച്ചുള്ളൂ നെല്ലിക്ക. അപ്പം അതിനനുസരിച്ച് കിടന്ന് നന്നായിട്ട് വെന്ത് എപ്പോഴും വെള്ളം ഡ്രൈ ആയിട്ട് മീൻസ് ആവി കയറ്റിയിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വെക്കണം. എന്നിട്ട് ചൂടറിയതിന് ശേഷം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി ഇതിൽ കിടന്ന് വെന്ത് മീൻസ് കുറുകി വരണം. ഈ പാനി നന്നായിട്ട് കുറുകി വന്നിട്ട് ഒരു ദിവസം ഫുള്ള് മീൻസ് പിടിക്കാനായി ഉള്ളിൽ ഇരിക്കും. ഞാനിപ്പോൾ ഒരു 1/4 കിലോ കൽക്കണ്ടം മാത്രം ചേർത്തിട്ടുള്ളൂ. പനം കൽക്കണ്ടം ഞാൻ കുറച്ച് ഒരു 150 മില്ലിയാണോ, എത്ര ml ആണ് തേൻ മേടിച്ചേക്കണത്? 150 മില്ലി തേനും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ടിന്നിലേക്ക് ആക്കുമ്പോഴത്തേക്കും ഒരു 150 മില്ലി തേനും കൂടി ചേർക്കുന്നുണ്ട്. പക്ഷെ ഇതിപ്പോൾ എടുക്കൂലല്ലോ. ഇതിപ്പോൾ എന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ? ഒരാഴ്ച കഴിഞ്ഞെന്നൊക്കെ പറയും. അതിന് മുമ്പ് ഇവിടെ തീരും കണ്ടു. അതത്രേ ഉള്ളൂ. പിന്നെ ഇത്ര നല്ല സാധനം ഇപ്പം കുപ്പിയിൽ എത്ര ദിവസം ഇരിക്കാനോ? അപ്പം നമുക്കിത് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എത്ര മിനിറ്റ് അതൊന്ന് ഡ്രൈ അതിൽ വറ്റി അതിലേക്ക് പിടിക്കണ വരെ കുറച്ച് സാധനം റെഡി ആയിട്ടുണ്ട്. ഒരുമാതിരി വറ്റിയിട്ടുണ്ട്. പറ്റിയല്ലേ? അടിപൊളി. എത്രയെങ്കിലും വേണം മുങ്ങിക്കിടക്കാൻ കുറച്ച്. ഇപ്പം ഇത്രയേ ഉള്ളൂ. ഇനി ഒരാഴ്ച ഇരിക്കുമോയെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ അത്ര ഇരിക്കാനൊന്നും ചാൻസ് ഇല്ല.
ഇതിൽ ഇത്തിരി തേനോടി ഒഴിക്കും ഞാൻ. ഇപ്പൊ ഇത്രയും തേന് അടുപ്പിൽ ഇങ്ങനെ ഇല്ല, ഞാനിപ്പോൾ ഒഴിക്കുന്നില്ല. ഇതിപ്പോൾ എല്ലാം ഫിനിഷ് ചെയ്ത് തണുത്ത് ആറിയതിന് ശേഷം മാത്രമേ ടിന്നിലേക്ക് ആക്കുള്ളൂ. അപ്പം അതിന് പോരാ, ഈ മുങ്ങുന്ന അത്ര എന്തായാലും ഞാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ. കാരണം തേൻ എന്തായാലും നല്ല സാധനമാണല്ലോ, ബുദ്ധിക്കും എല്ലാം നല്ല സാധനമാണ്. അപ്പോൾ കുറച്ച് തേൻ ഒഴിക്കാൻ വെച്ചാൽ തേൻ നെല്ലിക്ക റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ഉണക്കിയ പാത്രമാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇടാം. ലാസ്റ്റ് ഫൈനൽ കാണിച്ചാൽ മതി, കാണിക്കണമെന്നില്ല, ഇത് കാണിച്ചാൽ മതി. ഒന്നുകൂടി പറയണേ. അപ്പം നമ്മുടെ തേൻ നെല്ലിക്ക റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇടാം. ഈ പാനിയുടെ പരുവത്തിൽ ആയാൽ മതി കേട്ടോ. ജസ്റ്റ് ഈ നൂൽപ്പരുവത്തിലാവണ്ട, അങ്ങനെയാണെങ്കിൽ ചട്ടിയിൽ കിട്ടൂല, ഒട്ടിപ്പിടിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് മാത്രമായിട്ട് മതിയെങ്കിൽ മതി. ഞാൻ കുറച്ച് തേൻ ചേർക്കുന്നുള്ളൂ, ഒരുപാട് തേനൊന്നും ചേർക്കുന്നില്ല. സാധാരണ നമുക്ക് തേൻ നെല്ലിക്ക കിട്ടണം ഇങ്ങനെ തന്നെയാണ്. ഇതേപോലെ നമ്മൾ ഈ വഴിവക്കിലൊക്കെ ഇതേപോലെ മൂന്നാറും അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ കിട്ടാറില്ലേ. അപ്പോൾ അതിങ്ങനെ തന്നെ ഉണ്ടാക്കണം കൂടുതലും. തേനൊക്കെ കുറച്ച് ചേർക്കലേ ഉണ്ടാവുള്ളൂ. തേനിൽ അപൂർവമായിട്ടൊക്കെ കിട്ടുള്ളൂ എന്തായാലും അങ്ങനെ കിട്ടണമെങ്കിൽ. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം. ഇനി എത്ര ദിവസം ഇതെടുത്ത് നോക്കൂ? ഇതിപ്പോൾ എത്ര ദിവസം, 1 കൊല്ലം 2 കൊല്ലം വരെ കേടാവാതെ. അല്ല ഇപ്പൊ നമുക്ക് കഴിക്കാൻ വായന്ന് വെള്ളം പറഞ്ഞതാണ്. അങ്ങനെ വായന്ന് വെള്ളം വരാനാണെങ്കിൽ ആ മുതൽ ഇപ്പൊ പോയി കിടന്നേ ഉള്ളൂ. വല്ലതും പറ, അത് കേട്ടിട്ട് ഇപ്പൊ എണീച്ചു വരും മോള്. അതന്നെ, വേറെ ഒരാഴ്ച മതിയില്ലേ? ഒരാഴ്ചയൊക്കെ മതി. ഒരാഴ്ച ഇരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനി തേൻ ഒഴിക്കണ്ടേ? തേൻ ഒഴിക്കും. ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് 1/2 കിലോ വേണം കണ്ടോ മുങ്ങാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് തേൻ ഒഴിക്കുന്നതുകൊണ്ടാണ് ഇത്ര ഇതായിട്ട് എടുക്കുന്നത്. കണ്ട ഈ പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഒരുപാട് തിക്കാവാൻ നിൽക്കരുത്. തിക്കായ ചൂടാറുമ്പോഴത്തേക്കും നമുക്ക് കിട്ടൂല, ചട്ടിയിൽ നിന്ന് കിട്ടൂല. 100 ml തേനാണ്, 100 മില്ലിഗ്രാമേ ഉള്ളൂ. തേൻ ചേർക്കുവാണ്. ബാക്കി കുറച്ചിൽ ബാക്കി വെക്കണം, മോളുടെ ഓർഡറാണ്. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ തുറക്കുള്ളൂ? ഒരാഴ്ച എന്ന് നമുക്ക് പറയാം. ഒരാഴ്ച ഇവിടെ ഒരു സാധനം. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ കാണാം കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞിട്ട്